വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് കുറച്ച് അയില കിട്ടി, അപ്പോൾ ഒരു മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളൊരു മീൻകറിയായിരുന്നു. ഇപ്രാവശ്യം തേങ്ങ അരച്ചൊരു മീൻകറി. ഒരു തൊട്ട് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിഞ്ഞുകൂടാത്ത കുറച്ച് പേർക്ക് വേണ്ടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ. നമുക്ക് ആദ്യം തേങ്ങ അരയ്ക്കാമേ. അതിന് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തേങ്ങയാണ്. അതിനകത്തോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 5 കൊച്ചുള്ളി, ഒരു ഇച്ചിരി വലിയ സൈസാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരയ്ക്കാം. അതിൽ നമുക്കിത് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. തേങ്ങ നല്ലോണം അരച്ച് നല്ല പേസ്റ്റ് പരുവത്തിനാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം. ചട്ടി നല്ലോണം ചൂടായി കഴിഞ്ഞ് നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് വറുക്കാനായിട്ട്. ആവശ്യത്തിന് കടുക് ഇടുക. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് അതിനകത്തോട്ടൊരു 3 കൊച്ചുള്ളി അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് നോക്കിയിട്ടാൽ മതി, എരിവ് നോക്കിയിടണം. പിന്നെ ഒരു 2-3 വറ്റൽമുളക്, വാളംപുളി എടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി വെള്ളത്തിൽ കുതിർത്തതാണ്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് എല്ലാം ഒന്ന് വഴന്നു കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് പുളി നോക്കിയിട്ടിടണം. മാങ്ങയുടെ കൂടെ എനിക്ക് ഇലിമ്പിപ്പുളി കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു 2 എണ്ണം, ഇച്ചിരി വലുതായിരുന്നു. 2 കൂടെ ഇടാമെന്ന് വിചാരിച്ചു. അത് 2 കൂടെ ഒന്നുകൂടെ മിക്സ് ആക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന അരപ്പങ്ങ് ഇടാമേ, തേങ്ങയുടെ. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കതങ്ങ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തോണം. ഒന്ന് തിളക്കട്ടെ. നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു, ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച് കഴിഞ്ഞ് ഉപ്പും എല്ലാം ഇട്ട് എല്ലാം മിക്സ് ആയി കഴിഞ്ഞ് നമുക്കിനി മീൻ ആഡ് ചെയ്യാം. ഇത് ഏകദേശം ഒരു 3 അയില വരും. ഒരു മീഡിയം സൈസ് ആണ്. അയില കൂടുതൽ വലിപ്പം വരാത്തതാണ് നല്ലത്. ഒരു മീഡിയം സൈസ് അയില ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വേവിക്കാം. പത്ത് മിനിറ്റായിട്ട് അടച്ച് വേവിക്കുകയാണ്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല തിളച്ച്. ഇനി ഉപ്പൊന്ന് നോക്കിക്കളയാം. ഉപ്പ് ഇതുവരെ നോക്കിയില്ലായിരുന്നു. ഉപ്പ് ഇത്തിരി കുറവാണ്, നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാം. പുളി നോക്കി ഇട്ടാൽ മതി. അത് പുളി ഇറങ്ങും, മാങ്ങയുടെയും മറ്റേ പുളിയുടെയൊക്കെ പുളി ഇനി ഇറങ്ങും. അത് കാരണം പുളി നമുക്ക് വിഷയമല്ല. കുറച്ചു നേരം കൂടെ ഒന്ന് അടച്ചു വെച്ചേക്കാം. പിന്നെ ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം. കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ചട്ടിയിൽ തന്നെ കുറച്ച് നേരത്തേക്ക് കൂടെ നമ്മൾ വെച്ചേക്കാം. തേങ്ങ അരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ്. മാങ്ങയും ഇലിമ്പിപ്പുളി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാങ്ങ മാത്രം ഇട്ടാലും മതി. പിന്നെ കുടംപുളി കുറച്ചിടുന്നത് നല്ലതാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന്, ചോറിനൊക്കെ നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും. ബൈ.